എല്ലാവർക്കും ഉമ്മ കേട്ടോ. ഇന്നേ ഞാൻ ഒരു അമ്മയുടെ 90 പിറന്നാളായിരുന്നു. അതായത് നവതി ആഘോഷമായിരുന്നു. അതിന് പോയി നല്ല സദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു മയക്കത്തില്ല. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ പൊതുവെ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മയക്കമൊക്കെ ഉണ്ടാവും. അത് സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, പായസമൊക്കെ കുടിച്ചതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനിത് വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല. അപ്പോൾ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ഫോൺ കാൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ 2 വാക്ക് പറയാമെന്നുണ്ട്. കാരണം അവർ പറയാണ് എന്താന്ന് പറഞ്ഞാൽ മക്കൾ ചെറുപ്പം അവർ ജോലിയൊക്കെ കിട്ടിയ മക്കൾ വലുതായി ജോലിയൊക്കെ ആയതിനു ശേഷം മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു. അവർക്ക് അച്ഛനും അമ്മയോടും ഒരു സ്നേഹമില്ല, സ്നേഹക്കുറവാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവരിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുക, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം മക്കൾ അവർ അന്ന് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ പല വിരുന്നുകളും പല കുറുമ്പുകളും തെറ്റുകളും ഒക്കെ അവർ കാണിക്കില്ലേ? ആ സമയത്ത് നമ്മൾ അവർ ക്ഷമിക്കില്ലേ? അപ്പോൾ അവർ വലുതായി അപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെ അവർ ചെയ്യുന്നത് അവരുടെ ചില കുസൃതികളാണ്, അല്ലെങ്കിൽ ചില എന്താ പറയുക ബുദ്ധിയില്ലായ്മയാണ്, അവർ എഴുത്തുചാട്ടാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ക്ഷമിക്കുക. കാരണം നമ്മൾ അച്ഛനും അമ്മയല്ലേ. അപ്പോൾ നമ്മളിൽ നിന്നാണ് അവരിൽ നിന്നല്ല നമ്മൾ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. എന്നിട്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ അതൊരു വഴിക്കങ്ങനെ പോട്ടെ. നമ്മൾ അച്ഛനും അമ്മ ഒരിക്കലും അവരെ വെറുക്കരുത്, ശപിക്കരുത്. അവരെന്നും നമ്മുടെ മക്കളാണ്, നമ്മുടെ സ്വന്തമാണ്. അതൊരിക്കലും മാറില്ല. എത്ര യുഗാന്തരങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മക്കൾ നമ്മുടെ സ്വന്തമാണ്. അതൊന്നും ഒരിക്കലും മാറില്ല എന്നുള്ള വിചാരം അച്ഛനും അമ്മയ്ക്കും വേണം. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർ വല്ല ജോലി തിരക്കോ പല കാരണങ്ങളും കൊണ്ട് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. പണ്ടത്തെ പോലെ അല്ലല്ലോ എൻ്റെ മകൻ എന്നുള്ള തോന്നലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട. ആ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന ആ മക്കളെ നമ്മൾ എങ്ങനെയാണോ ശ്രമിച്ചത്, അവരുടെ തെറ്റുകളെ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത്, അതുപോലെ തന്നെ വലുതാവുമ്പോഴും അവരുടെ കുസൃതികളും തെറ്റുകളും നമ്മൾ കൊടുക്കുക. നമ്മളത് മനസ്സിലേക്ക് എടുക്കുക. അച്ഛൻ അമ്മ നമ്മളതൊക്കെ മറക്കണം അല്ലേ. മക്കൾ അവർക്ക് എന്തും ചെയ്യാം, അച്ഛനും ഒരിക്കലും അതുപോലെ ആവരുത് എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക തോന്നൽ. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരു തെറ്റുമില്ല കേട്ടോ. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ സ്വന്തമല്ലേ, നമ്മൾ വളർത്തിയവരല്ലേ, നമ്മൾ താലോലിച്ചവരല്ലേ, നമ്മൾ വളർത്തി നമ്മൾ താലോലിച്ച് നമ്മൾ സ്നേഹം കൊടുത്ത് നമ്മളെല്ലാം ആക്കിയവരെ പ്രാപ്തരാക്കിയവരല്ലേ. അവരെ നമ്മൾ എന്തിനാണ് വെറുക്കുന്നത്? അതെ, നമ്മളിൽ നിന്നാണ് അവരിൽ നിന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ആ ബന്ധം ഒരിക്കലും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ആ അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ബന്ധമില്ലേ, അതാണ് ഏറ്റവും വലിയ ബന്ധം. അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും വെറുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഏതെങ്കിലും അച്ഛനും അമ്മയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരിലും ഈ മാറ്റങ്ങൾ വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ മയക്കം കൊണ്ട് പോയി ഉറങ്ങുന്നു. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയാൽ മതി എന്ന് തോന്നുന്നു. എന്താ രാവിലെ തൊട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാരിയൊക്കെ നയിച്ചിട്ടൊരു നൈറ്റിയൊക്കെ ഇതിലൊന്ന് ഫ്രീ ആയാൽ മതി എന്നൊരു തോന്നലാണ് എനിക്ക്. അപ്പോൾ ഇത് 2 വാക്ക് പറയാം. ഇനി അത് നാളത്തേക്ക് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു മറുപടിയാവും. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എങ്ങനെ ചില മക്കളോട് പിണക്കുണ്ടാവണം അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു വിഷമമായിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് വെറുത്തിട്ടായിരിക്കില്ല. എന്താ പറഞ്ഞാൽ എൻ്റെ മകൻ എന്നിൽ സ്നേഹം കുറഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അതും സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. പക്ഷെ അത് വേണ്ട. നിങ്ങൾ അങ്ങനെ അവർ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ നിങ്ങൾ മക്കളെ സ്നേഹിക്കും കേട്ടോ. അത് പറയാൻ വേണ്ടി വന്നതാണ്. അല്ലാണ്ട് എനിക്കിന്ന് സത്യത്തിന് വീഡിയോ എടുക്കാനുള്ള മനസ്സൊന്നുമില്ല. ഒന്ന് പോയി ദുഃഖിന് നേരെ റെസ്റ്റ് എടുക്കുക. ഒരു മയക്കം പോലെ. കാരണം സദ്യ കഴിച്ചിട്ടാണ് കേട്ടോ, പായസമൊക്കെ കഴിച്ചതാണേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ വെറുക്കരുത്, ശപിക്കരുത്, അവരുടെ അകലം എന്താ പറയുക അകലം പാലിക്കരുത്. നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുക. അവർക്ക് 60 വയസ്സായാലും 70 വയസ്സായാലും നിങ്ങൾക്ക് അവർ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങളുടെ മക്കളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ആവണം അച്ഛനും അമ്മയും. ഓക്കെ, ഇതെൻ്റെ തോന്നലാണ്. അതുപോലെ തന്നെ അതന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ശരിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ബൈ.